ഇന്നലെ രാത്രി പെയ്ത പെരുമഴ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ, തറവാട്ടിൽ നിന്ന് വിളി വന്ന് വെള്ളം കയറാനുള്ള തയ്യാറെടുപ്പിലാണ്, വേഗം വന്നോളി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം കാറെടുത്ത് തറവാട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ. വന്ന പാടന്നെ അതാ ഏകദേശം കയറാനായിട്ടുണ്ട് വെള്ളം വഴിയിലേക്കൊക്കെ. അതാ ജസ്റ്റ് വഴിയിലേക്കും കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ നേരെ പിന്നെ വീട്ടിലേക്കാണ് കയറാനുള്ളത്. അപ്പോൾ തറവാട്ടിലെത്തി ഏകദേശം ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് നിരീക്ഷിക്കാമെന്ന് വിചാരിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. അങ്ങനെ അതാ ചെക്കനതാ ഏകദേശം മുട്ടിന് വെള്ളമുണ്ട് ആ ചെക്കൻ്റെ. പിന്നെ ആ മുട്ടിന് വെള്ളമുള്ള അടുത്തുനിന്ന് കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറും കേട്ടോ, അത്രയേ ഉള്ളൂ. അതായത് അത്യാവശ്യം നല്ലൊരു മഴ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ് തറവാട് കാരന്തൂർ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഈ തോടും കഴിഞ്ഞ് ഇതാ നേരെ വീട്ടിലേക്കാണ് കയറുക. അപ്പം ഈ തോട് കണ്ടോ, ഇവിടെയാണ് കേട്ടോ ചെറുപ്പത്തിലൊക്കെ നമ്മൾ തോർത്തുമുണ്ടോണ്ടൊക്കെ മീനൊക്കെ പിടിച്ച് കളിച്ച് നടന്ന സ്ഥലം. നിങ്ങൾക്കും ഉണ്ടാവില്ലേ അങ്ങനെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ഇങ്ങനെ മഴക്കാലത്തുള്ള മെമ്മറീസ്? അപ്പോൾ അങ്ങനെ നല്ല മെമ്മറീസ് ഒക്കെ ഉള്ള സ്ഥലമാണ് തറവാടും തറവാടിൻ്റെ പരിസരമൊക്കെ. ആ തറവാടിൻ്റെ പരിസരമൊക്കെയാണ് കേട്ടോ അത്. അങ്ങനെ തൽക്കാലം വീട്ടിലേക്ക് കയറി പാക്കിങ്ങിലേക്കൊക്കെ കൂടാമെന്ന് വിചാരിച്ച് അങ്ങനെ പാക്കിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഉമ്മയൊക്കെ വായിച്ചത് നോക്കിയിരിക്കുന്ന, വായിച്ചിക്കും ഉമ്മച്ചിയൊക്കെ തറവാട്ടിൽ നിൽക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അത് ആ മുഖത്ത് കാണാനുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ഇഷ്ടം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റി ആണല്ലോ ഏറ്റവും മുഖ്യം. അങ്ങനെ അതിൻ്റെ അടുക്ക് അമ്മോന് ചായ ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ ഓൾറെഡി ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഇനിയും അതിൻ്റെ അകത്തേക്ക് വാഴക്കൊല, ചക്ക ഒന്നുള്ളത് 2ആയി. പിന്നെ തേങ്ങ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് പച്ചക്കറികൾ. ഇതെന്താ പറയുക, വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഫുള്ള് നശിച്ചുവല്ലോ. അപ്പോൾ തൽക്കാലം അങ്ങോട്ട് എടുക്കണം. അങ്ങനെ വായിച്ചിനെയും ഈമച്ചിനെയൊക്കെ വണ്ടിയിൽ കയറ്റി നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴാണ് വെള്ളം കയറാൻ അറിയില്ല. അത് പോകുന്ന വഴിക്ക് കണ്ട വോളിബോൾ ഗ്രൗണ്ട് കണ്ടോ, പോസ്റ്റിൻ്റെ ഏകദേശം പകുതിയാവാനായിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് വെള്ളം കയറുക. അങ്ങനെ വായിച്ചിനെയും ഇമ്മച്ചിനെയും കൊണ്ടിങ്ങനെ ഇപ്പം ചെറിയ ചിരിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇമ്മച്ചിൻ്റെ മുഖത്ത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വെച്ച് പിടിച്ച് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അറ്റ്മോസ്ഫിയർ. എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഈമച്ചിനെയും വായിച്ചിനെയും കൊണ്ട് വീട്ടിൽ കയറി. അങ്ങനെ ഇവിടെ എത്തി. മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ ഈമച്ചി ചെത്തി തന്ന്, ഈമച്ചിയും നമ്മളുമ്മാരൊക്കെ ചെത്തി തന്ന് കഴിക്കാൻ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും മാങ്ങൊക്കെ. അതാണ് അവസ്ഥ. ഏതായാലും ഈമച്ചി ഇങ്ങനെ ചെത്തി തരിക, മുറിച്ചിട്ട് തരിക, കഴിക്കുക, റിപ്പീറ്റ്. അങ്ങനെ വായിച്ചതാ ഭക്ഷണം കഴിച്ച്, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്. വായിച്ചതാ ബർസൂൻ്റെ കൂടെ കളിക്കുകയാണ്. അതൊക്കെ കണ്ടപ്പോൾ പ്രത്യേക സന്തോഷം തോന്നിയിട്ടോ. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചതാ വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മഴക്കാലം കേട്ടോ. പിന്നെന്താണ്, എന്തില്ലേ എന്തൊക്കെയാണെങ്കിലും വേണ്ടിയില്ല, ഫോളോ ചെയ്ത് അങ്ങോട്ട് പോയിക്കോളി.